പ്രഖ്യാപിക്കുവാനുണ്ട്. ഒന്ന് ഞാൻ പറയാം, പാപത്തിലെ കാണ്ടുപോയ മനുഷ്യനെ മാറ്റിയെടുക്കുവാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞില്ല. സൃഷ്ടിയുടെ മണികുലമാകുന്ന മനുഷ്യൻ പാപത്തിലെ കാണ്ടുപോയപ്പോൾ മഹത്വം വെടിഞ്ഞ് മാനവതാരം സ്വീകരിച്ച് മറിയപ്പെണ്ണിൽ ഉദരങ്കടമെടുത്ത് ഈ ഭൂമിയിലേക്ക് പ്രവേശിച്ചു. മാനവജനത്തിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി തന്റെ 33 തിരുവയസ്സിൽ യേശുക്രിസ്തു പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ യാഗമാകുവാനിടയായി തീർന്നു. അത് കരുത്തിട്ട ഒരു സന്ദേശമാണ്, ആവേശത്തോടെ വിളിച്ചു പറയാമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പാപത്തിലെ കാണ്ട മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് ദൈവമായി ആ യേശുക്രിസ്തുവിന്റെ സ്നേഹമെത്ര വലിയ സ്നേഹമാണ്. അത് വിശദീകരിക്കുവാൻ വാക്കുകൾ പോരാ. വിശുദ്ധ വേദപുസ്തകം കുറിക്കുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച അവന്റെ മഹാസ്നേഹം. ആ മഹാസ്നേഹത്തിന്റെ വിശദീകരണങ്ങൾ പറയുവാൻ വാക്കുകൾ പോരാ, അതളക്കുവാൻ വാക്കുകൾ പോരാ. യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ കുറിച്ച്, അവനെ കണ്ടാൽ രൂപകളുമില്ല, ആഴത്തമില്ല, അറിയിക്കാത്ത സൗന്ദര്യമില്ല, മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടവനായി. അവന്റെ മുഖഭാവങ്ങൾ മനുഷ്യന് വേണ്ടി അവൻ നഷ്ടപ്പെടുത്തുവാനിടയായി. അവന്റെ കോമളത്തെ നഷ്ടപ്പെടുത്തുവാനിടയായി. ക്രൂശിൽ അവൻ വിരൂപമാക്കപ്പെടുവാനിടയായി. സോദരാ, ഈ രവിപുരത്തിന്റെ വിരുമാറി ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കട്ടെ. അവൻ തന്റെ തേജസ് നഷ്ടപ്പെടുത്തിയത്, തന്റെ രൂപകളുമില്ലാത്തവനായി മാറിയത്, അവൻ ചമ്മട്ടുകൾ കൊണ്ട് ആ നടികൊണ്ട് തകർക്കപ്പെട്ടവനായി ക്രൂശിക്കപ്പെട്ടത്, അവസാനത്തിൽ രക്തത്തെ ഊറ്റിത്തന്നത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനാണെന്നുള്ള യാഥാർത്ഥ്യ സത്യം ദേശം മറന്നുപോകുവാനിടയായി തീരരുത്. സോദരാ, യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി പാപബന്ധമാകുന്ന ജീവിതത്തിന് വിമോചനമുണ്ട്. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി നീ അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട്. യേശു നിനക്ക് വേണ്ടി തകരപ്പെട്ടത് കൊണ്ട്, യേശു നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടത് കൊണ്ട് നീ ആകുലപ്പെടുന്ന വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യ സത്യം താങ്കൾ മറന്നു പോകുവാനിടയായി തീരരുത്. യേശുവിന്റെ സ്നേഹങ്ങൾ വിശദീകരിപ്പാനേറെയുണ്ട്. യേശുക്രിസ്തുവിൻ്റെതാകുന്ന മനുഷ്യന് വേണ്ടി ചെയ്ത അവന്റെ പ്രവർത്തികൾ വിശദീകരിപ്പാനേറെയുണ്ട്. ഞാൻ എന്റെ വാക്കുകൾക്കൂടെ വിരാമം കുറിക്കുകയാണ്. ഈ രവിപുരത്തിന്റെ വിരുമാറിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നിങ്ങൾ പിതാവിൽ നിന്ന് സ്നേഹം ലഭിക്കാത്തവരാകാം, ഭർത്താവിൽ നിന്ന് സ്നേഹം ലഭിക്കാത്തവരാകാം, ഭാര്യയിൽ നിന്ന് സ്നേഹം ലഭിക്കാത്തവരാകാം, കുഞ്ഞുങ്ങളെ ഓർത്ത് വാചിലപ്പെടുന്നവരാകാം. നിരാശയറ്റവരായി നിങ്ങളുടെ ജീവന ലോകത്ത് നിന്ന് മാറ്റപ്പെടുത്തുവാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാകാം. ഈ ശബ്ദശ്രവണത്തിൽ ഞാൻ നിങ്ങളോട് ഉറക്കെ പ്രഖ്യാപിക്കുന്നു, പ്രിയമുള്ളവരെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം തരുന്ന ഒരു യേശുവുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന ഒരു യേശുവുണ്ട്. നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരു യേശുവുണ്ട്. ഏതുവിധ വിഷയമായി കൊള്ളട്ടെ, ആ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, ആ വിഷയങ്ങൾ പരിഹരിച്ചു തരുവാൻ മതിയായ ഒരു യേശുവുണ്ടെന്ന് താങ്കൾ മറന്നു പോകുവാനിടയായി തീരരുത്. ഈ യേശുവിനെ അറിയുവാൻ, ഈ യേശുവിനെ കണ്ടെത്തുവാൻ നിങ്ങൾ ഒരുപാട് ദീർഘദൂര യാത്ര ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തികങ്ങൾ നഷ്ടമാക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതിയ വസ്തുവകൾ നഷ്ടമാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇരിപ്പിടത്തിൽ കണ്ട്, യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപബന്ധനമായ ജീവിതത്തിന് പരിഹാരം തരുവാനാണ് ക്രിസ്തുവേ ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. എനിക്ക് വേണ്ടിയാണ് നീ ക്രൂശിക്കപ്പെട്ടത്. എന്റെ ജീവിതത്തിൽ സമാധാനം തരുവാൻ, എന്റെ ജീവിതത്തിൽ രക്ഷ തരുവാൻ, ഞാൻ ഏർപ്പെടുന്ന വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിലേക്ക് വന്നത്. എനിക്ക് വേണ്ടിയാണ് ക്രിസ്തു തകർക്കപ്പെട്ടത് എന്നതിന്റെ ഹൃദയത്തിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് താങ്കൾ പ്രാർത്ഥിപ്പാൻ തയ്യാറായ നിങ്ങളുടെ ജീവിതത്തിന് വിഷയം തരുവാൻ മതിയായ ഒരു ദൈവമാണ് യേശുക്രിസ്തു. നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ മതിയായ ഒരു ദൈവമാണ് യേശുക്രിസ്തു എന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ മനുഷ്യനെ മാറ്റുവാൻ കഴിയാതെ എല്ലാം പരാജയപ്പെട്ടു പോയപ്പോൾ, എല്ലാം ചരിത്രത്തിന്റെ താളുകളിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ, മാനവജനത്തെ മാറ്റിയ ഒരു രക്ഷയുടെ സന്ദേശം, മാനവജനത്തിന്റെ ജീവിതത്തിന് പുതുമ നൽകിയ ഒരു രക്ഷയുടെ സന്ദേശം, പാപത്തിൽ ആണ്ടുപോയ മനുഷ്യനെ കരം പിടിച്ചു കയറ്റിയ ഒരു അനുഗ്രഹീതമായ സന്ദേശമാണ് ക്രിസ്തുവിന്റെ സുവിശേഷം എന്നുള്ളത്. അതുകൊണ്ട് ഇരവിപുരത്തിന്റെ വിരുമാറിൽ ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, മറ്റൊരുത്തലിലും രക്ഷയില്ല. അരക്കപ്പെട്ടുറപ്പ് ഞങ്ങളോട് ഒരു പ്രാവശ്യം കൂടി പ്രഖ്യാപിക്കുന്നു, മറ്റൊരുത്തലിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ മാനവജനത്തിന് പാപത്തിൽ നിന്നും പരിഹാരം പ്രാപിപ്പാൻ, നിത്യമായ സമാധാനം പ്രാപിപ്പാൻ, നിത്യമായ രക്ഷ പ്രാപിപ്പാൻ ശ്രീ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹീത സുവിശേഷമല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഉലകത്തിലില്ല എന്ന് ഈ രവിപുരത്തിന്റെ വിരുമാറിൽ ഞങ്ങൾ അരക്കെട്ടുറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് സഹോദര, എവിടെ അന്വേഷിച്ചാലും, എവിടെ യാത്ര ചെയ്താലും, എത്രയൊക്കെ പണങ്ങൾ ചെലവഴിച്ചാലും രക്ഷ നിനക്ക് കണ്ടെത്തുവാൻ കഴിയത്തില്ല, രക്ഷ നേടുവാൻ കഴിയത്തില്ല. വിശുദ്ധ വേദപുസ്തകം അടിയറയിട്ട് പ്രഖ്യാപിക്കുന്നു, രക്ഷയ്ക്ക് വേണ്ടി കാക്ഷിക്കുന്നവരെ ഞാൻ അതിലാക്കും. രക്ഷയ്ക്ക് വേണ്ടി നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടി രക്ഷയുണ്ട്. രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടി കണ്ടെത്തുവാൻ കഴിയും. അതുകൊണ്ട് ക്രിസ്തു
പ്രഖ്യാപിച്ചു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. രക്ഷയ്ക്ക് വേണ്ടി അന്വേഷിച്ചാൽ ഈ വഴിയിലൂടെ കണ്ടെത്തുവാൻ കഴിയും. സമാധാനത്തിന് വേണ്ടി അന്വേഷിച്ചാൽ ക്രിസ്തു എന്ന വഴിയിലൂടെ കണ്ടെത്തുവാൻ കഴിയും. ദൈവത്തെ അന്വേഷിച്ചാൽ ഈ വഴിയിലൂടെ കണ്ടെത്തുവാൻ കഴിയും. ക്രിസ്തുവിനൊക്കെ പ്രഖ്യാപിച്ചു, എന്നെ കണ്ടവൻ പിതാവിനെയും കണ്ടിരിക്കുന്നു. ദൈവത്തെ അന്വേഷിച്ചാൽ ഈ വഴിയിലൂടെ കണ്ടെത്തുവാൻ കഴിയും. ആഗ്രഹപ്പെടുന്ന ഏത് വിഷയങ്ങളും ക്രിസ്തു എന്ന വഴിയിലൂടെ അന്വേഷിച്ചാൽ കണ്ടെത്തുവാൻ കഴിയുമെന്ന യാഥാർത്ഥ്യ സത്യം ഇന്ന് പകൽ താങ്കൾ മറന്നു പോകുവാനിടയായി തീരരുത്. ഏതെല്ലാം വിഷയങ്ങളുടെ നടുവിൽ ശോധനയറ്റവരായി